നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കരൾ അല്ലെങ്കിൽ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കരളിലുണ്ടാകുന്ന വീക്കത്തെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുണ്ടാകാൻ പല കാരണമുണ്ട്. വൈറസുകൾ മൂലമുള്ള ഹെപ്പറ്റൈറ്റിസ് ആണ് ഏറ്റവും സാധാരണ. പിന്നെ അതേപോലെ തന്നെ ഇത് 5 ടൈപ്പ് ഉണ്ട്, ABCDE എന്ന്. ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി നമുക്ക് പറയാം. ഇത് സാധാരണയായി മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഒരു രോഗമാണ്. പലരിലും ഇത് താത്കാലികമായ രോഗമാണ്. വാക്സിനേഷൻ ലഭ്യമാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും പകരാം. സുരക്ഷിതമല്ലാത്ത സൂചിയുടെ ഉപയോഗം രോഗബാധിതമായ രക്തം മൂലം നമുക്ക് പകരാം. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, പ്രസവ സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്നിവ വഴി നമുക്ക് ഈ രോഗം പകരാം. ചിലരിൽ ഇത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ബി ആയി മാറി കരളിന് ഗുരുതരമായ കേടുപാടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അത്യാവശ്യമായും എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് സി ആണ്. ഇതും രക്തത്തിലൂടെ തന്നെയാണ് പകരുന്നത്. പലർക്കും വർഷങ്ങളോളം ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചികിത്സിക്കാതെ വിട്ടാൽ ഫൈബ്രോസിസ്, സിറോസിസ്, ചിലപ്പോൾ ലിവർ ക്യാൻസർ വരെയും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ട്രീറ്റ്മെൻറ്റ് മൂലം സുഖപ്പെടുത്താൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ഡി ആണ് അടുത്തത്. ഇത് പ്രത്യേകതരം വൈറസാണ്. ഇത് സാധാരണയായി ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവരിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിനെ തടയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഡിയിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ഇ ആണ്. ഇത് പ്രധാനമായും മലിനമായ ജലത്തിൽ നിന്നും ഭക്ഷണം എന്നിവയിൽ നിന്നുമാണ് പകരുന്നത്. ഇത് സ്വയമേ മാറാം. എന്നാൽ ഗർഭിണികളിൽ ഗുരുതരമായ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ അവരെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അമിതമായ ക്ഷീണം, വിശപ്പില്ലായ്മ, വയറുവേദന, പനി, മൂത്രം ഇരുണ്ട നിറത്തിലാകുക, കണ്ണും ചർമ്മവും മഞ്ഞ നിറത്തിലാകുക എന്നിവയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ടെസ്റ്റ് ഞാൻ പറയാം. ഇത് ഹെപ്പറ്റൈറ്റിസ് ബി നോക്കുന്നത് HbAg എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് സി ആൻറ്റിബോഡി, ആവശ്യമായാൽ HCV RNA ടെസ്റ്റ് എന്നിവ വരെ ചെയ്യാറുണ്ട്. പിന്നെ എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ തടയാം? ശുദ്ധമായ വെള്ളവും ഭക്ഷണവും ഉപയോഗിക്കുക. സിറിഞ്ച് ഒരിക്കലും മറ്റൊരാളുടെ പങ്കിടരുത്. അതേപോലെ തന്നെ രക്തം സ്വീകരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബ്ലഡ് സ്ക്രീനിങ് ഉറപ്പാകുകയും നോക്കുകയും അത് കറക്റ്റാണോ എന്ന് ഉറപ്പാക്കണം. വ്യക്തിപരമായ റേസർ, ടൂത്ത് ബ്രഷ് അതുപോലുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടരുത്. സുരക്ഷിതമായ ലൈംഗിക ബന്ധം പാലിക്കുക.